ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് കാലത്ത് നിങ്ങൾ കണ്ടിരുന്നു നമ്മുടെ ട്രേഡ് ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ആ സ്റ്റോപ്പ് ലോസ് ഇവിടെ സംഭവിച്ചു എന്നത് നമ്മളൊന്ന് ഒരു വിശകലനം നടത്തുവാണ്. ഒപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളും കൂടെ നമ്മളിവിടെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കുറച്ച് വരകൾ കാണുന്നുണ്ട് നമ്മുടെ ചാർട്ടിൽ. ഈ ഓരോ ലൈൻസിനും എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടിട്ടാണ് ഞാനത് വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ഓരോ ലൈനുകളും, നീല നിറത്തിലുള്ള എല്ലാ ലൈനുകളും നമ്മുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ലൈനുകളാണ്. എങ്ങനെ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാം എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ശനിയാഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്കത് കണ്ടാൽ എങ്ങനെ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാം എന്നത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മഞ്ഞ ലൈനുകൾ നിങ്ങൾ കണ്ടു കാണും, രണ്ട് മഞ്ഞ ലൈനുകൾ. ഈ മഞ്ഞ ലൈൻ നമ്മൾ പൊതുവെ ട്രെൻഡ് ലൈനാണ് നമ്മൾ മഞ്ഞ കളറിൽ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഇത് ഡേ ക്യാൻഡിലെ ട്രെൻഡ് ലൈനാണ്. ഈ ക്യാൻഡിലിന് താഴെയാണെങ്കിൽ അവിടെ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് നടക്കുന്നു എന്നാണ് അർത്ഥം. അറ്റ് ദ സെയിം ടൈം ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലാണ് മാർക്കറ്റ് എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് മാർക്കറ്റ് അപ്വേർഡ് ട്രെൻഡിലാണെന്നുള്ളതാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ചെയ്തു. നമ്മുടെ ഈ സപ്പോർട്ട് ലൈനിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എൻട്രി എടുത്തത്. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു. അതിനുശേഷം നമ്മൾ 0.5% ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മൾ ആ എൻട്രി എടുത്തത് ഒരു പൊടിക്ക് വൈകിപ്പോയി. 1 മിനിറ്റ് വൈകിയത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് എൻട്രി എടുക്കാമായിരുന്നത് നമ്മൾ ഇത് സപ്പോർട്ട് ലൈനിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എൻട്രി എടുത്തു. ടെക്നിക്കലി അത് കറക്റ്റാണ്. കാരണം ഒരു സപ്പോർട്ട് ലൈനിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് ലൈൻ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴത്ത് വന്ന് ടച്ച് ചെയ്യും എന്നത് നമുക്കറിയാം. നമ്മൾ 2 വർഷത്തോളമായിട്ട് സ്ഥിരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ വരുന്നുള്ളതറിയാം. പക്ഷേ ഇവിടെ നമുക്ക് പറ്റിയ കുഴപ്പം, നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിഞ്ഞങ്ങ് പോയാൽ, അതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പോൾ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് 0.5% ഇവിടെ ഹിറ്റായി എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റായി പോയത്. അപ്പോൾ അത് പ്രശ്നമില്ല. ആക്ച്വലി നമ്മൾ എൻട്രി എടുക്കേണ്ടത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ഓപ്പൺ ചെയ്തു താഴത്തേക്ക് ഈ ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്യുന്നിടത്ത് നിന്ന് നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. അത് അവിടെ എൻട്രി എടുക്കുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. ഇതിന് മുന്നേ ഒരു വീഡിയോയിലും കൂടെ 1-2 വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ 2 സപ്പോർട്ട് ലൈനുകൾക്ക് മധ്യത്തിൽ, 2 പ്രൈസ് ആക്ഷൻ ലൈനുകൾക്ക് മധ്യത്തിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കണക്ക് കൂട്ടാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും, ഞാൻ ഈ മെഷറിംഗ് ടൂൾ ഉപയോഗിച്ചപ്പോൾ ഈ 2 ലൈനുകൾ തമ്മിലുള്ള ഡിഫറൻസ് 10 രൂപ 70 പൈസയാണ്. അതായത് ഇതിൻ്റെ കൃത്യം മധ്യഭാഗത്തു നിന്നാണ് ഇന്ന് മാർക്കറ്റ് തുടങ്ങിയേക്കുന്നത്. ഈ മധ്യഭാഗത്തു നിന്ന് മാർക്കറ്റ് താഴത്തേക്കാണ് പോരുന്നത്. മുകളിലേക്ക് അതിന് പോകാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുന്ന് ആൾക്കാർ സെല്ല് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഈ 2 ലൈനുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് ധൈര്യമായിട്ട് എടുക്കാമായിരുന്നു. അതുതന്നെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നതും. പക്ഷേ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളും ഒപ്പം നമ്മുടെ ഈ ട്രേഡ് എക്സിക്യൂഷനും കൂടെ വന്നപ്പോൾ ഉള്ള ചെറിയൊരു കോംപ്ലിക്കേഷൻ അവിടെ സംഭവിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 1 മിനിറ്റിൻ്റെ ഒരു ചെറിയൊരു ഡിലേ നമുക്കിവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ പ്രൈസ് പിന്നെ നമുക്ക് ഇവിടുന്നാണ് എൻട്രി കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും നമ്മൾ എൻട്രി എടുത്തതിന് ശേഷമായിരിക്കും വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. ഞാനൊന്ന് നോക്കട്ടെ, അത് അതിൻ്റെ ഇനം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ 2 പ്രൈസ് ആക്ഷൻ ലൈനുകൾക്ക് കൃത്യം മധ്യഭാഗത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ഇത് മുന്നേ 2 വീഡിയോയിലും കൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പ്രദേശത്തിനൊരു പ്രാധാന്യമുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു, ഇവിടെ ട്രേഡ് എടുത്തപ്പോൾ ഞാൻ സൂചിപ്പിച്ചായിരുന്നു, ഇന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 1:5 വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കിട്ടിയോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് ഹിറ്റ് ചെയ്തില്ലെങ്കിൽ 1:5 നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു. നമുക്കൊന്ന് നോക്കാം. ഇവിടുന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 1:4.2. അപ്പോൾ 1:4.5 നമുക്കിവിടെ അച്ചീവ് ആയിട്ടുണ്ട്. ഒപ്പം ഞാൻ 5 പറഞ്ഞതിൻ്റെ കാരണം ഈ ട്രെൻഡ് ലൈനിൽ വന്ന് ഹിറ്റ് ചെയ്യുമെന്നൊരു കണക്കുകൂട്ടലിലാണ് 1:5 ഞാൻ പറഞ്ഞത്. അത് ഏകദേശം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇനി അതിന് ഒരു കാരണം കൂടെ എനിക്കിവിടെ ഇതുപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. അതിതാണ്, ഈ പ്രൈസ് ആക്ഷൻ ലൈനിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് പിന്നെ
നെക്സ്റ്റ് സപ്പോർട്ട് ഉള്ളത് 2% അല്ലെങ്കിൽ 3%-അടുത്താണ് നെക്സ്റ്റ് പ്രൈസ് ആക്ഷൻ ലെവൽ വരുന്നത്. മാർക്കറ്റിന് അവിടം വരെ പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ കട്ട് ചെയ്തു, പക്ഷേ മാർക്കറ്റിന് നെക്സ്റ്റ് സപ്പോർട്ട് ലൈൻ വരെ മാർക്കറ്റിന് പോകാൻ പറ്റുന്നില്ല. അവിടം വരെ മാർക്കറ്റിന് എത്താൻ പറ്റുന്നില്ല എങ്കിൽ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൃത്യം മധ്യഭാഗം എവിടെയാണോ അവിടെ വരെ വന്ന് മുട്ടാറുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടു, ഇത് 18 രൂപയാണ് ഈ 2 സപ്പോർട്ട് ലൈനുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇതിൻ്റെ കൃത്യം പകുതിയിൽ 9 രൂപയോടടുത്ത് മാർക്കറ്റ് വന്ന് ഹിറ്റായിട്ടുണ്ട്. കൃത്യം മധ്യഭാഗത്ത് ഇത് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇത് സ്ഥിരം നമ്മൾ കാണുന്നുണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. പക്ഷെ നമുക്കെന്താ വേണ്ടേ? നമുക്ക് 50%-ലധികം സമയം ഇങ്ങനെ സംഭവിച്ചാൽ മതി. ആക്ച്വലി നമ്മൾ കണ്ടേക്കുന്ന അനുഭവം വെച്ചിട്ട് പറയുവാണെങ്കിൽ 80-90% ഓഫ് ടൈമും ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മധ്യഭാഗത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒപ്പം തന്നെ അവിടെയും ഉണ്ടായിരുന്നു നമുക്കൊരു ട്രെൻഡ് ലൈൻ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ലൊരു ഫോൾ വരേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് മാർക്കറ്റ് എടുത്തു. ഒപ്പം ഈ 2 പ്രൈസ് ആക്ഷൻ ലൈനുകളുടെ മധ്യഭാഗവുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ് അനലിസിസ്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തപ്പോൾ ഉള്ള നമ്മുടെ ജഡ്ജ്മെൻറ്റ് വളരെ കറക്റ്റായിരുന്നു. അത് കറക്റ്റ് അതേപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് ബിഹേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വർഷങ്ങളുടെ നമ്മൾ നോക്കിയിരുന്നുള്ള നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് എന്തൊക്കെ ചെയ്തേക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1, 2, 3 ഓപ്ഷൻസ് മാർക്കറ്റിന് ചെയ്യാനായിട്ടുണ്ടാകും എല്ലായ്പ്പോഴും. അതിനകത്ത് നമ്മൾ കരുതിയ ആ ഒരു ഓപ്ഷൻ അതിന് മാർക്കറ്റ് കൃത്യമായി ചെയ്തു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നു, പക്ഷേ നമുക്ക് പാളിയത് നമ്മുടെ എക്സിക്യൂഷൻ പാളി. ആക്ച്വലി നമ്മൾ ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടിയിരുന്നു ആ ട്രേഡ്. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നിതെല്ലാം ശരിയാകുമായിരുന്നു. അത് നമുക്കിവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈവൻ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തിരുന്നതെങ്കിൽ പോലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 0.5% എന്ന് പറയുമ്പോൾ 0.5% ഒരു പൊട്ടിക്ക് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ഉടനെ ഇവിടെ എവിടെയെങ്കിലും വരെ നമ്മൾ എൻട്രി എടുത്തിരുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്റ്റോപ്പ് ലോസ് ഹിറ്റാകില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൽ വരെ വന്ന് മാർക്കറ്റ് മുട്ടിയിട്ടുണ്ട് 1:5.8. ഇവിടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി അത്രയൊന്നും നമ്മൾ അച്ചീവ് ചെയ്തില്ലെങ്കിലും ഈ ലൈൻ വരെ എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണല്ലോ. നമ്മൾ പല ദിവസങ്ങളിൽ എടുക്കാമെന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ 1:3 എന്തായാലും ഗ്യാരണ്ടീഡ് ആയിട്ടുണ്ടായിരുന്നൊരു ട്രേഡായിരുന്നു. ആക്ച്വലി നമുക്കൊരു ട്രേഡിൽ വേണ്ടത് 1:2 കിട്ടിയാൽ അത് ധാരാളമാണ്. അപ്പോൾ 1:2 കിട്ടുവാണെങ്കിൽ 100 ട്രേഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 40 ട്രേഡെങ്കിലും വിൻ ചെയ്താൽ 1:2 വെച്ചിട്ട് അയാൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. ഇനി 1:2 കിട്ടിയില്ല എന്ന് കരുതുക, 1:1 വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ട്രേഡ് എടുക്കുമ്പോൾ ഒരാൾക്ക് 60 ട്രേഡ് വിൻ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പ്രോഫിറ്റിലെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ ജഡ്ജ്മെൻറ്റും ഒപ്പം നമുക്ക് എക്സിക്യൂഷനും നടത്തിയപ്പോഴുള്ള, അതായത് ഇവിടെ ഓരോ സെക്കൻഡിനും വിലയുണ്ട്, ഓരോ മിനിറ്റിനും വിലയുണ്ട്. നമ്മൾ ആ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ളതാണ്. ടൈം തള്ളിപ്പോയി കഴിഞ്ഞാൽ പ്രൈസ് കിട്ടുന്നതിൽ മാറ്റം വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും നിങ്ങൾ കണ്ടു കാണും, നമ്മൾ ഒരു എൻട്രി എടുത്തു, അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഇട്ടത് ബൈ മിസ്റ്റേക്കിൽ വീണ്ടും സെക്കൻഡ് ഒരു ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ഓൺ ആയി, അതുകൊണ്ടൊന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ പിഴവുകളായിരിക്കാം, പക്ഷേ ഇവിടെ നമുക്ക് നഷ്ടം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ നഷ്ടം നമ്മളെ ആക്ച്വലി ബാധിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഇന്ന് വരെയുള്ള ഒരു ജേണൽ നമ്മൾ തയ്യാറാക്കിയേക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് വരെ നമ്മൾ എടുത്തേക്കുന്ന ട്രേഡ് 6-ാം തീയതി നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. കോട്ടക് ബാങ്കിൽ അന്ന് എടുത്തു. അന്ന് നമ്മൾ സാധാരണ ഞാൻ എടുക്കുന്ന പോലെ ഒരു 5,000 റുപ്പീസ് വെച്ചിട്ടാണ് അന്ന് എടുത്തത്. അതായത് ഏതാണ്ട് 15 ക്വാണ്ടിറ്റിയാണ് എടുത്തത്. അതുകൊണ്ട് 201 രൂപയാണ് അന്ന് പ്രോഫിറ്റ് കിട്ടിയത്. അത് ആക്ച്വലി നമ്മൾ ഒരു എൻട്രി ഒരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് 5,000 ഓർഡർ കയറി വന്നതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് അന്ന് എത്രയായി. പക്ഷേ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് അന്ന് വന്നത് 2% ആയിരുന്നു. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. 1:4 ആണ് നമുക്ക് കിട്ടിയത്. 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു, 4% 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു, 2% നമുക്ക് ടാർഗറ്റ് ഹിറ്റായി. അപ്പോൾ 1:4, അപ്പോൾ 2% കിട്ടി. രണ്ടാമത്തെ ദിവസം BPCL നമുക്ക് കിട്ടിയത് 1.5%, അതായത് 1:3 ആണ് നമുക്കന്ന് കിട്ടിയത്. അതേപോലെ മൂന്നാമത്തെ ദിവസം ടാറ്റ മോട്ടോഴ്സിൽ നമുക്ക് പ്രോഫിറ്റായിരുന്നു. അന്ന് 1:3, 1.5% കിട്ടി.
പിന്നെ ഒരു ദിവസം നമുക്ക് ലോസ് വന്നായിരുന്നു, അന്ന് 0.5%. പിന്നീട് ഒരു ദിവസം കൂടെ 1:3 നമുക്ക് കിട്ടി, അങ്ങനെ 1.5%. ഇന്നത്തെ ദിവസവും നമുക്ക് ലോസ് കിട്ടി 0.5%. അപ്പം നെറ്റ് നോക്കുമ്പോൾ ഈ ഒരു ആഴ്ച ഇതുവരെ ഇപ്പോൾ 6 ദിവസമാണ് നമ്മൾ ചെയ്തത്, നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 5.5% നെറ്റ് പ്രോഫിറ്റിലാണ് നമ്മളുള്ളത്. ഇനിയിപ്പോൾ നാളെ ലോസ് വന്നു എന്ന് കരുതുക, നമ്മൾ ലോസ് വരുമ്പോഴൊക്കെ 0.5% കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ഒരു 0.5% കുറയും, അതായത് നെറ്റ് പ്രോഫിറ്റ് വരുമ്പോൾ 5% ആവും. ഇത് ഷെയറിൻ്റെ പ്രൈസിലുള്ളതാണ് ഈ 5% എന്ന് പറയുന്നത്. നമ്മുടെ ലിവറേജ് ഞാൻ ഇതിനകത്ത് കണക്ക് കൂട്ടിയിട്ടില്ല. ലിവറേജ് വരുന്നത് 5 ടൈംസ് ആണ്. അപ്പോൾ 5x5 വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. അങ്ങനെയാണ് 25 നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. അത് വേണ്ട, നിങ്ങൾ ഷെയറിൻ്റെ പ്രൈസിൽ തന്നെ കൂട്ടിക്കുക. അപ്പോഴും നമുക്കിവിടെ നാളെ ലോസ് അടിച്ചാലും 5% പ്രോഫിറ്റ് ഉണ്ടാകും. ദാറ്റ് മീൻസ് ഒരാഴ്ചയിൽ 5%. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 52 ആഴ്ചയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയ കണക്കിലേക്കൊന്നും പോകണ്ട. നമ്മളിവിടെ ഇത്രയും ശ്രമിക്കുന്നുള്ളൂ. 200 ട്രേഡിംഗ് ഡേയ്സ് നമ്മൾ ട്രേഡ് എടുത്താൽ 0.5% ലോസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നു ഒരു ദിവസം എന്ന കണക്ക് കൂട്ടിയാൽ ആവറേജ് 0.5% ആണെങ്കിൽ നമുക്ക് ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ മിനിമം 100% കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ടെസ്റ്റിംഗ് ആണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരാഴ്ചയിൽ നമ്മൾ ഒരു സിംഗിൾ സ്റ്റോക്ക് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, ഒരെണ്ണം വെച്ചിട്ട്. അപ്പോൾ നാളെയും കൂടെ ഒരേ ഒരു സ്റ്റോക്ക് മാത്രമേ എടുക്കുന്നുണ്ടാവുകയുള്ളൂ. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിനകത്ത് ഒറ്റ സ്റ്റോക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോട്ട് പടിപടിയായിട്ട് എങ്ങനെ ഉയർത്താം എന്നുള്ളത് നിങ്ങൾക്കിത് കണ്ടിരിക്കുമ്പോൾ മനസ്സിലാകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് 5,000 വെച്ചിട്ടായിരിക്കും അടുത്ത ആഴ്ച മുതൽ നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടു കാണും. ഇപ്പോൾ കോട്ടക് ബാങ്കിൻ്റെ പ്രൈസ് ആയിരിക്കില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സ്റ്റോക്ക് എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ മാരുതിയുടെ എടുക്കുവാണെങ്കിൽ 12,000 രൂപ, ടാറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 900 രൂപ, SBIന് എടുക്കുവാണെങ്കിൽ 800 രൂപ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും ലോസും തമ്മിൽ നമുക്ക് ഒരു കൺട്രോൾ അതിനകത്ത് കിട്ടത്തില്ല. കാരണം മാരുതിയിൽ പോയിട്ടൊരു ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ 0.5% എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കുറച്ച് വലിയ തുകയായിരിക്കും. സപ്പോസ് ഒരു 100 രൂപ പോയി എന്ന് വെച്ചാൽ നമ്മൾ വന്നിട്ട് ഈ പവർ ഗ്രിഡിനകത്ത് വന്നിട്ട് അടുത്ത ദിവസം ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1:4 കിട്ടിയാലും നമ്മുടെ പോയ ലോസിനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോക്കിൻ്റെ എണ്ണം വെച്ച് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പർ ആവത്തില്ല. അതുകൊണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ടിലായിരിക്കും എപ്പോഴും ട്രേഡ് എടുക്കുന്നത്. നമ്മുടെ കാൽക്കുലേഷൻ മുഴുവനും നമ്മൾ പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. അത് തെറ്റായ ഒരു കാൽക്കുലേഷൻ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം വളരാൻ പറ്റും എന്നുള്ള കാൽക്കുലേഷനൊക്കെ നമുക്ക് നടത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. നേരെ മറിച്ച് പെർസെൻറ്റേജിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര വലിയ കാൽക്കുലേഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ നാളെ തൊട്ട് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ മാരുതി ആണെങ്കിൽ 5,000 നമ്മൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ബൈ ചെയ്യണം, മാരുതി ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് 2,500 രൂപ കൊടുക്കണം. അപ്പോൾ എന്താ, നമ്മൾ 5,000 വെച്ച് ട്രേഡ് എടുക്കുകയാണെങ്കിൽ 2 ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ 5,006 രൂപ. ഇനി വരുമ്പോഴത്തേക്കിനും ടാറ്റ മോട്ടോഴ്സിൽ ഇപ്പോൾ നമ്മൾ പോയിട്ട് ഒരു ട്രേഡ് എടുക്കാൻ പോവുകയാണെങ്കിൽ 5,000 എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ ഒരെണ്ണം എടുക്കാനായിട്ട് 187 രൂപയാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ 187 രൂപ എന്ന് പറയുമ്പോഴത്തേക്കിനും 5,000 ഡിവൈഡഡ് ബൈ 187 ഈക്വൽ ടു നമുക്ക് 26 എണ്ണം ഇവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ 26 ക്വാണ്ടിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം കണ്ടോ 4,800 രൂപ. അപ്പോൾ ഇങ്ങനെ പ്രൈസ് വെച്ചെടുത്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഏത് സ്റ്റോക്കിൽ എടുക്കുമ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഇറക്കുന്ന പൈസ എന്ന് പറയുന്നത് 4,500-നും 5,000-നും ഇടയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം ലോസ് സംഭവിക്കുന്നത് മാരുതിയിലാണെങ്കിലും ടാറ്റയിലാണെങ്കിലും SBIയിലാണെങ്കിലും ഏതിൽ ലോസ് സംഭവിച്ചാലും നമുക്ക് വരുന്ന ലോസ് ഈ 5,000-ൻ്റെ ഇല്ലെങ്കിൽ 4,500 രൂപയ്ക്കുള്ളിലുള്ളൊരു തുകയുടെ 0.5% ആയിരിക്കും നമുക്ക് ലോസ് സംഭവിക്കുന്നത്. ഇപ്പോൾ 1:3 ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ എത്രയാണ്, 1.5% പ്രോഫിറ്റ് കിട്ടി. ഈ 5,000-ൻ്റെ 1.5% പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ആ നഷ്ടത്തിൽ നിന്ന് നമുക്ക് റിക്കവറായി വരാനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് പറ്റും. എങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന ഒരേ തുകയ്ക്കാണെങ്കിൽ. അതേസമയം നമ്മൾ സ്റ്റോക്കിൻ്റെ എണ്ണം വെച്ച് ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ കാൽക്കുലേഷനിൽ കുറച്ച് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ നാളെ തൊട്ട് ചെയ്യുന്നത് അടുത്ത ആഴ്ച തൊട്ട് ചെയ്യുന്നത് 5,000 വെച്ചിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ റിപ്പീറ്റഡ്ലി കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ മുന്നിലത്തെ വീഡിയോകളും നിങ്ങളൊന്ന് റിപ്പീറ്റഡ്ലി കാണുക. വീഡിയോയുടെ ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾ വിഷ്വൽ ക്വാളിറ്റി അധികം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഇതിൻ്റെ കണ്ടന്റ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചാൽ അത് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണ്. ബാക്കി ഇനിയിപ്പോൾ നമുക്ക് നാളത്തേക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ഒപ്പം മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.